കൊൽക്കത്തയിലെ ഭവാനിപ്പൂരിൽ ഉണ്ടായിരുന്ന ആനന്ദ് അപ്പാർട്ട്മെന്റിലാണ് ഹേദൽ പാരിക് എന്ന് പറയുന്ന 18 വയസ്സുകാരി തന്റെ അച്ഛനും അമ്മയും സഹോദരനും ഒപ്പം താമസിച്ചിരുന്നത്. വളരെ സന്തുഷ്ടമായ ഒരു കൊച്ചു കുടുംബമായിരുന്നു അവരുടേത്. 1987 അവർ ആ അപ്പാർട്ട്മെന്റിലേക്ക് താമസത്തിനായിട്ട് വരുന്നത്. ഹേദൽ പാരിക് ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. 1990 മാർച്ച് 5 അന്ന് എക്സാം ടൈം ആയതുകൊണ്ട് ഹേദൽ പാരിക് രാവിലെ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അങ്ങനെ സ്കൂളിലേക്ക് പോയി ഒരു 1:30 ആയപ്പോഴത്തെ ഹേദൽ പാരിക്ക് നേരെ അപ്പാർട്ട്മെന്റിലേക്ക് വരികയാണ്. അപ്പാർട്ട്മെന്റിൽ വരുന്ന സമയത്ത് ഹേദൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എക്സാമിന് വേണ്ടി തന്നെ സഹായിക്കുന്ന ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറുടെ അടുത്തേക്ക് ഹേദൽ പാരിക്ക് പോവുകയാണ്. തന്റെ എക്സാം പേപ്പറൊക്കെ അവിടെ കാണിച്ച് ആ ടീച്ചറുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഹേദൽ പാരിക്കിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരുമായിട്ടും ഭയങ്കര ഫ്രണ്ട്ലി ആവുന്ന ഒരു ക്യാരക്ടറാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് ഹേദൽ പാരിക് എന്ന് പറയുന്നത്. സ്കൂളിലാണെങ്കിലും അപ്പാർട്ട്മെന്റ് അടുത്തായിട്ടാണെങ്കിലും അതിൽ വീട്ടിലാണെങ്കിൽ പോലും ഹേദൽ പാരിക്കിനെ കുറിച്ച് എല്ലാവർക്കും പ്രത്യേക ഒരു മതിപ്പും ഒരു സ്ഥാനവും ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്കധികം ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയായിരുന്നു ഹേദൽ എന്ന് പറയുന്നത്. സ്വഭാവ ഗുണം ഒരുപാടുള്ള ഒരു കുട്ടിയായിരുന്നു. എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ഹേദലിൻ്റെത്. കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കുട്ടി തന്നെ ആയിരുന്നു ഹേദൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഹേദലിനോട് പ്രപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഹേദൽ എന്ന് വെച്ചാൽ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം ഹേദലിന് തന്റെ പഠിപ്പാണ് ഫോക്കസ് ചെയ്തിരുന്നത്. പഠിച്ച് ഒരു നിലയിലെത്തണം, ഒരു ജോലി നേടണം എന്നുള്ളതായിരുന്നു ഹേദലിന്റെ ഒരുപാട് വലിയൊരു ആഗ്രഹമായി ഹേദൽ കൊണ്ടു നടന്നിരുന്നത്. അത് കൂട്ടുകാരോടും വീട്ടുകാരും ടീച്ചേഴ്സിനോടും എല്ലാം ഹേദൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സുമായിട്ട് ഒത്തിരിയധികം നല്ല അടുപ്പം ഹേദൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം തനിക്ക് വരുന്ന എല്ലാ ഡൗട്ടുകളും ടീച്ചേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് ആ ഡൗട്ടുകളെല്ലാം ഹേദൽ തീർക്കുമായിരുന്നു. അതുപോലെ തന്നെ കുറച്ചധികം കൂട്ടുകാരും ഹേദലിനുണ്ടായിരുന്നു. അപ്പോൾ എക്സാമിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം ഹേദൽ നേരെ അപ്പാർട്ട്മെന്റിലേക്ക് വരികയാണ്. വരുന്ന സമയത്താണ് തന്റെ സുഹൃത്തായിട്ടുള്ള തന്റെ സഹപാഠിയും തന്റെ സുഹൃത്തുമായിട്ടുള്ള കാജലിനെ ഹേദൽ കാണുന്നത്. കാജലിന് ഹേദലിന്റെ ഫാമിലി നന്നായിട്ട് അറിയാം. ഹേദലുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ കാജലിനുണ്ട്. നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കൂട്ടായിരുന്നു ഹേദലിൻ്റെതും കാജലിൻ്റെതും. അപ്പൊ എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കാജൽ ഹേദലിനോട് ചോദിക്കുകയാണ്. അങ്ങനെ ഹേദൽ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇരുവരും അതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം ഹേദൽ പറയുകയാണ്, ഇനി ഞാൻ വീട്ടിലേക്ക് പോട്ടെ, അമ്മ മാത്രമേ ഉള്ളൂ, ഇത്രയും വൈകിയത് കൊണ്ട് ചിലപ്പോൾ അമ്മ പേടിക്കും, അപ്പം ഞാനാണെങ്കിൽ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഹേദൽ നേരെ വീട്ടിലേക്ക് പോവാണ്. അന്നത്തെ ഒരു കാലഘട്ടമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മൊബൈലോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ വന്നാൽ മാത്രമേ വീട്ടുകാർക്ക് മനസ്സിലാവുള്ളൂ തങ്ങൾ വന്നു എന്നുള്ളത്. കാരണം കോൺടാക്ട് ചെയ്യാനായിട്ട് മറ്റും വഴികളൊന്നും ഇല്ലല്ലോ. മൊബൈലൊക്കെ വരുന്നതിന് എപ്പോഴാണെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹേദൽ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അമ്മ മാത്രമേ ഉള്ളൂ. ഹേദൽ എക്സാമിന്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അമ്മയായിട്ടിരുന്ന് കുറച്ചു നേരം സംസാരിക്കുകയാണ്. അതിനുശേഷം ഇരുവരും ഫുഡ് കഴിച്ച് ഹേദലും പോയി റൂമിലേക്ക് കിടക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തെ ഹേദലിന്റെ അമ്മ ഒരു 5:20 ആയപ്പോഴത്തെ ഹേദലിനോട് വന്ന് പറയുകയാണ്, മകളെ, ഞാൻ ഇതുപോലെ ആണെങ്കിൽ അമ്പലത്തിലേക്ക് പോവുകയാണ് തൊഴാനായിട്ട്. നീ വളരെ വേഗത്തിൽ വരുന്നതാണ്, നീ എന്തായാലും ഒരു കാര്യം ചെയ്യും, ഡോർ ലോക്ക് ചെയ്തേരെ, ഞാൻ പോയിട്ട് ഞാൻ വേഗത്തിൽ വന്നോളാം, ഞാൻ വന്ന് വിളിക്കുമ്പോൾ മാത്രം നീ ഡോർ തുറന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹേദലിന്റെ അമ്മ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. 5:20 ആയപ്പോഴാണ് ഹേദലിന്റെ അമ്മ അമ്പലത്തിലേക്ക് പോകുന്നത്. പോയതിനു ശേഷം നേരെ തിരികെ വരികയാണ്. 5:50 ആയപ്പോഴത്തെ നേരെ തിരികെ എത്തി. അങ്ങനെ വന്ന് ഡോർ നോക്ക് ചെയ്യാണ്. ഡോർ നോക്ക് ചെയ്തിട്ട് ഡോർ ആരും തുറക്കുന്നില്ല, അനക്കൊന്നും അകത്തൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഹേദലിന്റെ അമ്മ യഷ്മതി ഡോറിന്റെ കോളിംഗ് ബെല്ല് അമർത്തുകയാണ്. കോളിംഗ് ബെല്ലും കുറെ നേരം അമർത്തിയിട്ടും ആരും വാതിൽ തുറക്കുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. കുറെ നേരം കോളിംഗ് ബെല്ല് അമർത്തിയതിനു ശേഷം ആരും വരുന്നില്ല. അപ്പം യഷ്മതി വിചാരിക്കുകയാണ്, ഹേദൽ ചിലപ്പോൾ കിടന്ന് ഉറങ്ങുകയായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഡോറ് തുറക്കാത്തത്, കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ബെല്ലടിക്കുകയാണ്. വീണ്ടും ഡോറിൽ മുട്ടുകയാണ്. പക്ഷെ എന്നിട്ടും ഒരു അനക്കവും കാണുന്നില്ല. അങ്ങനെ പേടിച്ചു പോയ യഷ്മതി സെക്യൂരിറ്റി ഗാർഡിനെയും ലിഫ്റ്റ് ഓപ്പറേറ്ററെയും വിളിക്കുകയാണ്. വിളിച്ചവരോട് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ മകൾ ഡോർ തുറക്കുന്നില്ല, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നതാണ്, എൻ്റെ കയ്യിൽ ചാവിയില്ല, അകത്തുനിന്ന് ഡോർ ലോക്കാണ്, നിങ്ങളൊന്ന് തുറന്നു തരുമോ എന്ന് ചോദിക്കുകയാണ്. അവർ കുറെ നേരം ട്രൈ ചെയ്തിട്ട് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ പൂട്ട് പൊളിക്കുകയാണ്. അങ്ങനെ പൂട്ട് പൊളിച്ച് ഇവർ അകത്ത് കയറുകയാണ്. യഷ്മതി ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓടിപ്പോയി തന്റെ മകളുടെ റൂമിലേക്ക് നോക്കുകയാണ്. റൂമിലേക്ക് നോക്കിയ യഷ്മതി അലമുറയിട്ട് നല്ല ഉച്ചത്തിൽ കരയുകയാണ്. നന്നായി യഷ്മതിയുടെ കരച്ചിൽ ആ അപ്പാർട്ട്മെന്റ് മൊത്തം മുഴങ്ങി കേൾക്കുന്നുണ്ടെന്ന്. അത്രയധികം ഉച്ചത്തിലാണ് യഷ്മതി കരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡും ലിഫ്റ്റ് ഓപ്പറേറ്ററും ഓടി നോക്കുകയാണ്. അവരും ആ കാഴ്ച കണ്ട് നടുങ്ങി പോവുകയാണ്. അങ്ങനെ ഒരുപാട് പേര് ഈ കാഴ്ച കണ്ട് വരികയാണ്. വന്നവരെല്ലാം നടുങ്ങി നിൽക്കുകയാണ്. എന്ത് ചെയ്യണം, എന്ത് പറയണം ആർക്കും അറിയില്ല. ഒരു ബെഡ്, ആ ബെഡ് നിറച്ചും ബ്ലഡ്. ആ ബ്ലഡില് നഗ്നയായി കിടക്കുന്ന ഒരു പെൺകുട്ടി. ശരീരത്തിൽ പല ഭാഗത്തായിട്ട് മുറിവേറ്റതിന്റെ ലക്ഷണങ്ങൾ കാണാനുണ്ട്. ബ്ലഡ് ഇങ്ങനെ അപ്പോഴും ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന്
ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറയുകയാണ്. ഒരുപാട് പേര് വന്നതുകൊണ്ട് തന്നെ അവിടുന്ന് നമുക്ക് കിട്ടാവുന്ന പരമാവധി തെളിവുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത്രയധികം ആൾക്കാരാണ് ആ സമയത്ത് അവിടേക്ക് ഓടിക്കേറി വന്നത്. അതുകൊണ്ട് തന്നെ കൊലയാളിയുടേതായിട്ട് സംശയിക്കാവുന്ന എല്ലാ തെളിവുകളും ആ സമയത്ത് നഷ്ടപ്പെടുകയാണ്. മാത്രമല്ല, പോലീസിനെ വിളിച്ച സമയത്ത് പോലീസുകാർ വരുന്നത് പോലും ഒരുപാട് വൈകിയാണ്. ഹേതലിനെ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരും കൂടെ എടുക്കുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ താമസിച്ചിരുന്ന ഒരു ഡോക്ടർ വരികയാണ്. ഡോക്ടർ വന്നതിന് ശേഷം ഹേതലിന്റെ പൾസൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. പൾസൊക്കെ പരിശോധിച്ച സമയത്ത് ഡോക്ടർ പറയുകയാണ്, ഇതുപോലെ ഹോസ്പിറ്റലിലേക്ക് ഒന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇനി പോലീസുകാർ വന്നതിന് ശേഷം ബോഡി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഹേതൽ ഓൾറെഡി മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടും കാര്യമൊന്നുമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, പോലീസുകാർ വരട്ടെ, അതിനുശേഷം ബോഡി നമുക്ക് എടുക്കാം എന്നുള്ളൊരു കാര്യം പറയുകയാണ്. ഇത് കേട്ട് യശ്മതി ആണെങ്കിൽ അല്ല മുറയിട്ട് കരയാൻ. യശ്മതി ആദ്യം ചെയ്യുന്നത് തന്റെ ഭർത്താവായിട്ടുള്ള നാഗർദാസിനെ വിവരം അറിയിക്കുകയാണ് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം പറഞ്ഞതിന് ശേഷം ഏറെ നേരം കഴിഞ്ഞിട്ടാണ് പോലീസുകാർ വരുന്നത് തന്നെ. പോലീസുകാർക്ക് തുടക്കം മുതലേ ഈ കേസിൽ ഒരു അനാസ്ഥ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പലപ്പോഴും അതാണെങ്കിൽ പലരും ചൂണ്ടിക്കാണിച്ച് പോലീസുകാരെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെ ഈ കേസിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് പോകാൻ മനസ്സിലാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാഗർദാസും പോലീസുകാരും എല്ലാം വന്നു ചേരുകയാണ്. ഹേതലിന്റെ ബോഡി പോലീസുകാരാണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അപ്പാർട്ട്മെന്റിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ്. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ്. ഹേതലിന്റെ ശരീരത്ത് പല ഭാഗത്തായിട്ട് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, തലയിൽ ഭാരമുള്ള എന്തോ കൊണ്ട് നന്നായി അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനും ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. ഇത്രയും റിപ്പോർട്ടുകൾ വരികയാണ്. മാത്രവുമല്ല, മരണപ്പെടുന്നതിന് മുൻപേ ഹേതൽ ആരുമായ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഹേതലിന്റെ ശരീരത്തിൽ നിന്നും ഒരു പുരുഷ ബീജം കിട്ടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിട്ട് വരികയാണ്. അപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹേതലിനെ ആരോ റേപ്പ് ചെയ്ത് കൊന്നു എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പം ഹേതലിന്റെ ഫാമിലി തകർന്നു പോവുകയാണ്. അവർക്കാണെങ്കിൽ തന്റെ മകൾക്ക് ഇത്രയും വലിയൊരു ക്രൂരതയാണല്ലോ നേരിടേണ്ടി വന്നത് എന്നാലോചിച്ച് അവർ അലമുറയിട്ട് കരയുകയാണ്. അങ്ങനെ കേസിന്റെ വിസ്താരം കാര്യങ്ങൾ നടന്നു പോവുകയാണ്. എത്രയൊക്കെ പോലീസ് അന്വേഷിച്ചിട്ടും ഒരു തെളിവ് പോലും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹേതലിന്റെ റൂം പരിശോധിക്കുന്ന സമയത്ത് ഒരു ഷർട്ടിന്റെ ഒരു ചെറിയ ബട്ടൺ കിട്ടുകയാണ് പോലീസുകാർക്ക്. അതുപോലെ തന്നെ ഹേതലിന്റെ അച്ഛൻ പറയുകയാണ്, തന്റെ വാച്ച്, തന്റെ വില കൂടിയ ഒരു വാച്ചാണ്, ആ വാച്ച് കാണാനില്ല എന്നുള്ളത്. തന്റെ റെസ്റ്റ് വാച്ചും തന്റെ പാൻറ്റും തന്റെ ഷർട്ടും കാണാതെ പോയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പോലീസുകാരോട് ഹേതലിന്റെ അച്ഛനായിട്ടുള്ള നാഗർദാസ് പറയുകയാണ്. അങ്ങനെ പോലീസുകാർ ഇതേ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്തൊന്നും പ്രത്യേകിച്ച് ഒരു തെളിവും കിട്ടുന്നില്ല. കാരണം ഒന്നാമത് തന്നെ റൂമിലേക്ക് ഒരുപാട് പേര് വന്നതുകൊണ്ട് തന്നെ പല തെളിവുകളും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫോറൻസിക് വിദഗ്ധർക്കൊന്നും അവിടുന്ന് ഒരു തരത്തിലുള്ള തെളിവുകളോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വഴി മുട്ടി നിൽക്കുകയാണ് എന്ന് തന്നെ പോലീസുകാർ ചിന്തിക്കുകയാണ്. പോലീസുകാരുടെ കയ്യിലും അനാസ്ഥ ഉണ്ടായിരുന്നു. കാരണം പോലീസുകാർ ഈ വിവരം നേരത്തെ അറിഞ്ഞിട്ട് തന്നെ നേരത്തെയല്ല അവർ വന്നത്, ഒരുപാട് താമസിച്ചാണ് ആ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയത്. അപ്പൊ അവരെത്തുന്നതിന് മുൻപേ തന്നെ അധികം ആൾക്കാർ ഈ വിവരം അറിഞ്ഞ് ഒരുപാട് പേര് ആ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയത് കാരണം കിട്ടേണ്ടിയിരുന്ന തെളിവുകൾ മുഴുവനും ആ സമയത്ത് തന്നെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ തെളിവ് എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നതെന്ന് പറയാൻ ആകെ ആ കിട്ടിയ ബട്ടൺ മാത്രമാണ്. അതുപോലെ തന്നെ ഹേതലിന്റെ അച്ഛനായിട്ടുള്ള നാഗർദാസിന്റെ കാണാതെ പോയ റെസ്റ്റ് വാച്ച്, പാൻറ്റും ഷർട്ടും മാത്രമാണ് മറ്റ് 3 തെളിവുകൾ എന്ന് പറയാനായിട്ട്. തെളിവെന്നല്ല, അത് കാണാതെ പോവുകയാണ് ഉണ്ടായത്. അപ്പൊ അത് എന്ന് പറയാനായിട്ട് മാത്രമേ ഈ തെളിവുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ ആ റൂമിൽ നിന്ന് മറ്റൊരു തരത്തിലുള്ള തെളിവുകളും കിട്ടിയിട്ടില്ല. പിന്നെ ഹേതലിന്റെ ശരീരത്തിൽ നിന്നും കിട്ടിയ പുരുഷ ബീജം, ഇത് ഇത്രയുമാണ് പോലീസുകാർക്ക് ആകെയുള്ള ഒരു തെളിവെന്ന് പറയാനായിട്ട്. 1990 കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഈ പുരുഷബീജം വെച്ചിട്ട് ഒരു തെളിവായി അതിനെ സങ്കല്പിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം DNA എന്ന് പറയുന്നത് അന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കേസിൽ DNA പരിശോധനയും കാര്യങ്ങളും നടത്തുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുരുഷബീജം ഒരു തെളിവായിട്ട് ആ കാലഘട്ടത്തിൽ എടുക്കാൻ സാധിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പുരുഷബീജത്തിന് വലിയ പ്രാധാന്യവും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ കേസ് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്ന സമയത്താണ് ഹേതലിന്റെ അച്ഛനും അമ്മയും പോലീസുകാരോട് ഒരു കാര്യം പറയുന്നത്. തങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള ധനഞ്ജയൻ ചാറ്റർജി എന്ന് പറയുന്ന ഒരു വ്യക്തി ഹേതലിനെ നിരന്തരം ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം. ഈ വിവരം പോലീസുകാരോട് ഇവർ പറയുകയാണ്. അതുപോലെ തന്നെ പറയുകയാണ്, ഈ ധനഞ്ജയൻ ചാറ്റർജി 1990 മാർച്ച് 5-ാം തീയതി ഇവിടെ നിന്ന് മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് മാറണമെന്ന് പറഞ്ഞിട്ട് ധനഞ്ജയൻ ചാറ്റർജി വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റി ഓഫീസർമാര് ധനഞ്ജയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ധനഞ്ജയൻ ഇതുപോലെ തന്റെ മകളെ ശല്യം ചെയ്യുന്നു എന്നുള്ളത്
ഹേതലിന്റെ അച്ഛനും അമ്മയും സെക്യൂരിറ്റി ഗാർഡ്സ് ഓഫീസിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ധനഞ്ജയനുമായിട്ടും ഇവർക്ക് പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം അവിടെ നിന്ന് മാറാനായിട്ട് ധനഞ്ജയനോട് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് ഓഫീസർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ മാർച്ച് 5-ാം തീയതി ഹേതൽ മരിക്കുന്ന സമയത്ത് ധനഞ്ജയൻ അവിടെ ഉണ്ടായിരുന്നു. 5:40 ധനഞ്ജയൻ ആ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയതായിട്ടും 5:45 ആ അനന്തപുരി അപ്പാർട്ട്മെന്റിലേക്ക് ധനഞ്ജയൻ കയറി പോകുന്നതായിട്ടും അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പോലീസുകാരോട് പറയുകയാണ്. അങ്ങനെ ധനഞ്ജയനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമായി പിന്നീട് അപ്പോഴാണ് അറിയുന്നത് ധനഞ്ജയൻ ഇപ്പോൾ കൊൽക്കത്തയിലില്ല. ഹേതൽ പാരിക്ക് മരിച്ചതിന്റെ അന്ന് തന്നെ ധനഞ്ജയൻ കൊൽക്കത്ത വിട്ടിട്ടുണ്ടായിരുന്നു, അതായത് നാട് വിട്ടിട്ടുണ്ടായിരുന്നു. ധനഞ്ജയൻ എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത്? പോലീസുകാർ അന്വേഷിക്കുകയാണ്. ഇനി ഒരു പക്ഷേ ധനഞ്ജയൻ തന്നെയാണോ ഇവിടുത്തെ കൊലയാളി എന്നുള്ളതും പോലീസുകാർ സംശയിക്കുകയാണ്. അങ്ങനെ ധനഞ്ജയനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം കാര്യങ്ങളും പോലീസുകാർ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. 1990 മാർച്ച് 12-ാം തീയതി വെസ്റ്റ് ബംഗാളിലുള്ള ബൊഗോര ഡിസ്ട്രിക്റ്റിലുള്ള കുൽഗി വില്ലേജിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയാണ് ധനഞ്ജയനെ. ധനഞ്ജയന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പോലീസുകാർ ധനഞ്ജയനെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ധനഞ്ജയന്റെ വീട്ടിൽ നിന്നും നാഗർദാസിന്റെ കാണതായി എന്ന് പറയുന്ന റെസ്റ്റ് വാച്ചും ഷർട്ടും പാന്റും അവിടെ നിന്ന് കിട്ടുകയാണ്. മാത്രവുമല്ല അന്ന് കിട്ടിയ ആ ബട്ടൺ ആണെങ്കിൽ ധനഞ്ജയന്റെ തന്നെയാണ് എന്നുള്ളത് പോലീസുകാരെ ഐഡന്റിഫൈ ചെയ്യുകയാണ്. അങ്ങനെ ധനഞ്ജയനെ അറസ്റ്റ് ചെയ്ത് കൊൽക്കത്തയിലേക്ക് കൊണ്ടുവരികയാണ്, ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഹേതലിനെ കൊന്നത് താനാണെന്ന് എവിടെയും സമ്മതിക്കുന്നില്ല. പോലീസുകാർ പല രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും ഹേതലിനെ താനാണ് കൊന്നത് എന്നുള്ളത് പോലീസുകാർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ധനഞ്ജയനെ കൊണ്ടുവന്ന് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. തെളിവുകൾ ധനഞ്ജയന്റെ എതിരായതുകൊണ്ട് തന്നെ ധനഞ്ജയന്റെ പേരിൽ കേസ് ഫയൽ ചെയ്യാണ്. ധനഞ്ജയൻ തന്നെ കൊലയാളി എന്നുള്ളത് പോലീസുകാർ മുദ്രകുത്തുകയാണ്. മാത്രമല്ല ആ സമയത്തുണ്ടായിരുന്ന മീഡിയാസ് എല്ലാം തന്നെ ധനഞ്ജയൻ തന്നെയാണ് ക്രിമിനൽ എന്നുള്ള പേരിൽ തന്നെയാണ് ന്യൂസുകളും കാര്യങ്ങളും പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. അപ്പോ ധനഞ്ജയൻ എന്തിനാണ് ഹേതലിനെ കൊന്നത്? എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം? മാർച്ച് 5-ാം തീയതി അവിടെ നിന്നും ജോലി മാറി പോകാൻ സെക്യൂരിറ്റി ഗാർഡ്സ് ധനഞ്ജയനോട് ആവശ്യപ്പെട്ടിട്ടും എന്ത് കാരണത്താലായിരിക്കാം ധനഞ്ജയൻ അന്നേ ദിവസം അവിടേക്ക് വന്നത്? ആ വന്ന ധനഞ്ജയൻ എന്തിനാണ് 5:45 5:45 ആയപ്പോൾ ഹേതൽ താമസിക്കുന്ന ആ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നത്? എന്നാൽ ഇതെല്ലാം ആൾക്കാർ കണ്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. ആ സമയത്ത് CCTV കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും പ്രൂവ് ചെയ്യാൻ പോലീസുകാർക്ക് സാധിച്ചില്ല. എന്നാൽ തെളിവുകൾ സ്ട്രോങ് ആയതുകൊണ്ടും സാക്ഷിമൊഴികൾ സ്ട്രോങ് ആയതുകൊണ്ടും ധനഞ്ജയനെതിരെ തന്നെയാണ് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ധനഞ്ജയനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഹേതലിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. പോലീസുകാരാണെങ്കിൽ ധനഞ്ജയൻ തന്നെയാണ് ക്രിമിനൽ, ധനഞ്ജയൻ തന്നെയാണ് കൊലയാളി എന്നുള്ള കാര്യം ഉറപ്പിച്ച് മീഡിയാസിനെല്ലാം ന്യൂസും കാര്യങ്ങളും കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഹേതൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം ഹേതലിന്റെ ശരീരത്തിൽ കത്തി കൊണ്ടുള്ള പല കുത്തുകൾ ഉണ്ടെങ്കിലും, ആഴത്തിലുള്ളതും ആഴത്തിലല്ലാത്തതുമായിട്ടുള്ള കുത്തുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു റേപ്പ് ചെയ്യപ്പെട്ട നിലയ്ക്കുള്ള ഒരു തരത്തിലുള്ള മുറിവുകളും ആ ശരീരത്തിൽ എവിടെയും കണ്ടില്ല. പ്രത്യേകിച്ചും ഹേതലിന്റെ രഹസ്യഭാഗത്തൊന്നും തന്നെ ഒരു തരത്തിലുള്ള മുറിവും കാര്യങ്ങളും ഏറ്റിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ആ ബോഡിയിൽ ഒരു പിടിവലി നടന്നതിന്റെ ആയിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഘർഷം ഉണ്ടായതിന്റെ ആയിട്ടോ ഒന്നും തന്നെ ഒരു മാർക്ക് പോലും ഹേതലിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹേതൽ പൂർണ്ണ നഗ്നയുമാണ്. അതുപോലെ തന്നെ ഹേതലിന്റെ ശരീരത്തിനുള്ളിൽ നിന്നും ഒരു പുരുഷ ബീജം കിട്ടിയിട്ടുമുണ്ട്. ആ കാലഘട്ടത്തിൽ ഈ പുരുഷ ബീജം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ DNA പരിശോധനയൊന്നും നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇത് ധനഞ്ജയന്റെ ആണെന്ന് തെളിയിക്കാനായിട്ട് പോലീസുകാർക്ക് പ്രത്യേകിച്ച് ഒരു മാർഗവും ഇല്ലായിരുന്നു. എന്നാൽ തെളിവുകളും സാക്ഷിമൊഴികളും വെച്ച് ധനഞ്ജയൻ തന്നെ ക്രിമിനൽ, ധനഞ്ജയൻ തന്നെ കൊലയാളി എന്നുള്ളത് പോലീസുകാർ വിധി എഴുതി കഴിയുകയും ചെയ്തിരുന്നു. അപ്പോഴും ആ കേസ് അവിടെ തീരുന്നുണ്ടായിരുന്നില്ല. കാരണം അന്നേരം അവിടം തൊട്ടാണ് കേസിന്റെ പുതിയൊരു വഴിത്തിരിവ് തുടങ്ങുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് 5:45 ധനഞ്ജയൻ ഹേതൽ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് കയറി പോകുന്നത് സെക്യൂരിറ്റി ഗാർഡ് കാണുന്നത്. 5:50 ഹേതലിന്റെ അമ്മ വരികയും ഉണ്ടായി. 5:40 ധനഞ്ജയൻ ആ അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ വന്നിരിക്കുന്നത്. അപ്പോ ഈ 5 മിനിറ്റ് കൊണ്ട് ഹേതലിനെ കൊന്നതിന് ശേഷം, ഹേതലിന്റെ സമ്മതത്തോടാണെങ്കിലും ബലം പിടിച്ചിട്ടാണെങ്കിലും ശരി തന്നെ, അത്രയും നിമിഷം കൊണ്ട് ഹേതലിനെ റേപ്പ് ചെയ്യുക, അതിനുശേഷം അല്ലെങ്കിൽ ഹേതലുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, അതിനുശേഷം ഹേതലിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുക, കൊന്നതിന് ശേഷം അനേകം കത്തികൾ കൊണ്ട് 30-ലേറെ കുത്തുകൾ
ഹേതലിന്റെ ശരീരത്തുണ്ടായിരുന്നു. ഇത്രയും കുത്തുകൾ കുത്തുക, അതിനുശേഷം ഭാരമുള്ള എന്തോ വസ്തുവിന്റെ തലക്കടിച്ച് തകർക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും എന്തായാലും ഈ 5 മിനിറ്റ് കൊണ്ട് നടക്കുകയില്ലെന്നുള്ളത് പോലീസുകാർക്കും ഈ കേസ് വാദിക്കുന്ന വക്കീലിനും മനസ്സിലാവുന്നുണ്ടായിരുന്നു. പോലീസുകാർ അവിടെയാണ് വഴിമുട്ടി നിന്നത്. കാരണം 5 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഒരാളെ കൊന്നതിന് ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത്? അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം കാണിക്കും ഈ കൊലയാളി. എന്നാൽ അത്തരത്തിലുള്ള ഒരു അബദ്ധവും അവിടെ കാണാൻ പോലീസുകാർക്ക് സാധിച്ചില്ല. മാത്രമല്ല, ധനഞ്ജയൻ അപ്പാർട്ട്മെന്റ് വിട്ട് പുറത്ത് പോകുന്ന സമയത്ത് പോലും ധനഞ്ജയന്റെ പെരുമാറ്റത്തിലോ ധനഞ്ജയന്റെ ശരീരത്തിലോ അങ്ങനത്തുള്ള എന്തെങ്കിലും പാടുള്ളതായിട്ട് ആ കണ്ട സെക്യൂരിറ്റി ഗാർഡുകൾ 2 പേർക്കും കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് വല്ലാത്തൊരു തലവേദന തന്നെ അവിടെ ഉണ്ടാവുകയാണ്. ധനഞ്ജയനാണോ കൊലയാളി? അഥവാ ധനഞ്ജയനാണെങ്കിൽ എങ്ങനെ ഇത്രയും സമയം കൊണ്ട് ഹേതലിനെ ധനഞ്ജയൻ കൊന്നു? അങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് സംശയമായിട്ട് വരികയാണ്. എങ്കിൽ പോലും ഈ കേസ് കോടതിയിലേക്ക് പോവുകയാണ്. കോടതിയിൽ ചെന്ന് കേസ് വിസ്താരവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ധനഞ്ജയൻ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. 1965 കുൽദി വില്ലേജിൽ ധനഞ്ജയൻ ചാറ്റർജി ജനിക്കുന്നത്. മിലിറ്ററിയിൽ ചേരണം എന്നായിരുന്നു ധനഞ്ജയന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ വീട്ടിലുള്ള ആ അവസ്ഥയും കാര്യങ്ങളും ദാരിദ്ര്യം വളരെയധികം ആ വീട്ടിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് ധനഞ്ജയന്റെ പല സ്വപ്നങ്ങളും തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ധനഞ്ജയനാണെങ്കിൽ 1989 പൂർണിമ എന്ന് പറയുന്നൊരു യുവതിയെ വിവാഹം ചെയ്യുകയാണ്. അതിനുശേഷമാണ് ധനഞ്ജയൻ ഈ കൊൽക്കത്തയിലേക്ക്, ഈ അപ്പാർട്ട്മെന്റിലേക്ക് ജോലിക്കായിട്ട് വരുന്നത്. അങ്ങനെ വന്നതിന് ശേഷമാണ് അവിടെ വെച്ച് ഹേതലിനെ കാണുന്നതും പരിചയപ്പെടുന്നതും ഹേതലുമായിട്ട് കൂട്ടാവുന്നതും. മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ഹേതൽ എല്ലാവരുമായിട്ടും നല്ലൊരു സംഘാതം കാത്തു സൂക്ഷിക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ ഹേതലിനെ ഒരുപാടധികം ധനഞ്ജയൻ ചാറ്റർജിക്ക് ഇഷ്ടപ്പെടുകയാണ്. ധനഞ്ജയൻ ഹേതലുമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഹേതലിന് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ആ ബന്ധം അവിടെ വെച്ച് ഹേതൽ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പോലീസുകാർ കരുതുന്നത് ഈ ഒരു വൈരാഗ്യം ധനഞ്ജയന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ധനഞ്ജയൻ ഈ ഹേതലിനെ കൊന്നത് എന്ന് പോലീസുകാർ കരുതുകയാണ്. അങ്ങനെ കോടതിയിൽ കേസ് വാദിക്കുകയാണ്. കേസ് വാദിക്കുന്ന സമയത്ത് ധനഞ്ജയനെ തൂക്കിക്കൊല്ലാനാണ് കോടതി വിധി എഴുതുന്നത്. ഒരുപാട് അപ്പീലും കാര്യങ്ങളും പോയി സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു, ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. എങ്കിൽ പോലും ഈ കോടതിയിലെല്ലാം തന്നെ ധനഞ്ജയനെ തൂക്കിക്കൊല്ലാനാണ് വിധി വന്നത്. ആ സമയത്താണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഫസർമാരായിട്ടുള്ള സൂര്യപശിഷ് സെൻഗുപ്തയും ഗോപാൽ ചൗധരിയും അർമേഷ് ഗോസ്വാമിയും എന്ന് 3 പേർ ചേർന്നിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയാണ്. അങ്ങനെ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവരൊരു ബുക്ക് പബ്ലിഷ് ചെയ്യണം. ആ ബുക്കിലെ പേര് തന്നെ പറയുന്നത് കോടതി മീഡിയ സൊസൈറ്റി ഹാങ്ങിങ് ഓഫ് ദ ധനഞ്ജയൻ എന്ന പേരിലാണ് ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ആ ബുക്കിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ധനഞ്ജയൻ ഒരു ദരിദ്രനായതുകൊണ്ട് തന്നെ അവന് കേസ് വാദിക്കാനുള്ള പൈസയോ കാര്യങ്ങളോ അവന്റെ വീട്ടുകാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ധനഞ്ജയനെ ഇതുപോലൊരു കേസിൽ പെടുത്തി തൂക്കേറ് വിധിച്ചതെന്ന്. അതുപോലെ തന്നെ അവർ ഒരുപാടധികം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഈ കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കൂ, നിങ്ങൾ തന്നെ പറയൂ, ഇതിൽ ആര് പറയുന്നതായിരിക്കും സത്യം എന്നുള്ളത്. ധനഞ്ജയൻ ഒരു ദരിദ്രനായിരുന്നു. തീരെ ദാരിദ്ര്യ കുടുംബത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ധനഞ്ജയൻ. ഈ കേസ് നടക്കുന്ന സമയത്ത്, ഈ വാദം നടക്കുന്ന സമയത്തെല്ലാം ധനഞ്ജയൻ പറയുന്നുണ്ട്, ഞാനല്ല ഹേതലിനെ കൊന്നത് എന്നുള്ളത്. ഞാൻ വെസ്റ്റ് ബംഗാളിലേക്ക് പോയത്, എൻ്റെ ഗ്രാമത്തിലേക്ക് പോയത് എൻ്റെ സഹോദരന്റെ കല്യാണമായിരുന്നു. ഞാൻ നാട് വിട്ട് പോയതല്ല. മാത്രവുമല്ല, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം അന്ന് കോടതി ധനഞ്ജയൻ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഈ 3 വക്കീലന്മാരും ആ കോടതിയിൽ അത് തന്നെ പറയുന്നുണ്ട്. കാരണം ധനഞ്ജയനെ പിടിച്ചതെന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ തന്നെ വെച്ചിട്ടാണ്, മറ്റെവിടെ നിന്നുമല്ല പിടിച്ചിരിക്കുന്നത്, സ്വന്തം വീട്ടിലാണ്. അപ്പം നാട് വിട്ടു പോകുന്ന ഒരു വ്യക്തി സ്വന്തം വീട്ടിൽ പോയി കൊല നടത്തിയതിനു ശേഷം താമസിക്കും എന്ന് കരുതാനും മാത്രം വിഡ്ഢികളല്ല എന്ന് അവർ കോടതിയിൽ പറയുകയാണ്. ആ ബുക്ക് വഴി അവർ ജനങ്ങളോടും പറയുകയാണ്. മാത്രവുമല്ല, അവർ പറയുന്നൊരു കാര്യമുണ്ട്. അന്നേ ദിവസം ഹേതലിനെ മരിക്കുന്നതിന്റെ അന്ന് ധനഞ്ജയൻ ആ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നത് 5:40 5:45 ഹേതലിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ധനഞ്ജയൻ കയറി പോകുന്നത്. 5:50 ആയപ്പോഴത്തേക്ക് ഹേതലിന്റെ അമ്മയാണെങ്കിൽ അമ്പലത്തിൽ നിന്നും വരുന്നുമുണ്ട്.
ഇത്രയും സമയം കൊണ്ട് എന്തായാലും ഇത്രയും ഒരു ക്രൈം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഒരു വ്യക്തിക്കും സാധിക്കില്ല. അതുപോലെ തന്നെ മുൻപ് പോലീസുകാർ കണ്ടെത്തിയ ഒരു കാര്യം തന്നെയാണ് ഇവിടെ അവരും പറയുന്നത്. ധനഞ്ജയൻ പുറത്തേക്ക് പോകുന്നത് 2 സെക്യൂരിറ്റിമാർ കണ്ടു എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ധനഞ്ജയന്റെ പെരുമാറ്റത്തിലോ ധനഞ്ജയന്റെ ഡ്രസ്സിലോ ഒന്നും തന്നെ ബ്ലഡിന്റെ കറകളോ അല്ലെങ്കിൽ സ്വഭാവത്തിൽ എന്തെങ്കിലും വൈരുദ്ധ്യമോ ഒന്നും തന്നെ അവർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് കൂടെ അവര് പറയുകയാണ്. മാത്രവുമല്ല, ഹേതലിന്റെ റൂം എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് ലോക്കിംഗ് സിസ്റ്റത്തിലുള്ള ഒരു ഡോറാണ്. നമ്മൾ ചില വീടുകളിലെ ബാത്റൂമിലൊക്കെ കണ്ടിട്ടുണ്ട്, അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലോക്ക്. ഈ ഹേതലിന്റെ വീട്ടിലുണ്ടായിരുന്ന ഹാളില്, അതായത് മെയിൻ ഡോറ് തന്നെ അങ്ങനത്തെ ഒരു സിസ്റ്റം ലോക്കിലാണ് പ്രവർത്തിച്ചിരുന്നത്. മാത്രമല്ല, 3ാമത്തെ നിലയിലായതുകൊണ്ട് തന്നെ മെയിൻ ഡോർ വഴി മാത്രമേ ഹേതലിന്റെ റൂമിലേക്ക് അല്ലെ ഹേതലിന്റെ വീട്ടിലേക്ക് ആർക്കും കയറാൻ സാധിക്കൂ, മറ്റെതിലേക്ക് കൂടെ കയറാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം ഇവർ ചൂണ്ടിക്കാണിക്കുകയാണ്. ഹേതലിന്റെ അമ്മ യശ്വതി മാത്രമായിരുന്നു അന്ന് ആ വീട്ടിലുണ്ടായിരുന്നത്. അവർ വെക്കുന്ന ഒരു വാദം ഇതാണ്: ഒരു പക്ഷേ ഹേതള് തന്റെ കാമുകനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തന്റെ അമ്മയായിട്ടുള്ള യശ്വതി കണ്ടിരിക്കാം. ഇതേ തുടർന്ന് ഇവർ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ടാവാം, വാക്കുതർക്കം ഉണ്ടായിരിക്കാം. അതിനിടയിലായിരിക്കാം യശ്വതി തന്റെ മകളെ കൊലപ്പെടുത്തിയത്. മകളെ കൊലപ്പെടുത്തിയതിനു ശേഷം കുറച്ചു നേരം യശ്വതി അവിടെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ പറയാൻ ഒരു റീസണും ഉണ്ട്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രകാരം ഹേതള് ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണങ്ങൾ ദഹിച്ചിട്ടില്ല. ഒരു പക്ഷേ 5 മണി കഴിഞ്ഞിട്ടാണ് ഹേതൽ മരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുപക്ഷെ ദഹിച്ചു മാറാനുള്ള ഒരു സമയം അത്രയും സമയം കൊണ്ട് ഉണ്ടാവുമായിരുന്നു. എന്നാൽ ഒരാള് ഭക്ഷണം കഴിച്ചതിന് തൊട്ടു പിന്നാലെ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണങ്ങൾ ദഹിക്കില്ല, അത് അതുപോലെ തന്നെ വയറ്റിൽ കിടക്കും എന്നുള്ളത് അവർ ചൂണ്ടിക്കാണിക്കണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതും ഹേതള് കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾ തന്റെ വയറ്റിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ദഹിച്ചു മാറാനുള്ള സമയമൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഇവർ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഒരു പക്ഷേ എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന ഹേതൽ ആ ഭക്ഷണം കഴിച്ചതിന്റെ തൊട്ടു പുറകെ തന്നെ മരിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ട്. യശ്വതി തന്നെ ആയിരിക്കാം തന്റെ മകളെ കൊന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു അമ്പലത്തിൽ പോയിട്ട് തിരികെ വരുന്നു, ഡോർ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള ഒരു നാടകമൊക്കെ കളിക്കുന്നത്. കാരണം ഡോറിന്റെ ലോക്ക് ഓട്ടോമാറ്റിക് ആണ്. അകത്ത് നിന്ന് ലോക്ക് ചെയ്യുന്ന പോലെ വെച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി ഡോർ അടച്ചു കഴിഞ്ഞാൽ തനിയെ ലോക്കായി പോകും. പിന്നെ അത് അകത്തു നിന്ന് തുറന്നാൽ മാത്രമേ അത് തുറക്കാൻ പറ്റുകയുള്ളൂ, ഇല്ലെങ്കിൽ ആ ലോക്ക് പൊളിക്കേണ്ടതായിട്ട് വരും. ഇത് ഇവർ ചൂണ്ടിക്കാണിക്കാണ്. അപ്പൊ ഒരു പക്ഷേ യശ്വതി ആയിരിക്കാം കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്ന് അവർ പറയുകയാണ്. ഇത് പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഹേതൽ മരിച്ച് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഹേതലിന്റെ ഫാമിലി ഇവിടെ നിന്ന് മുംബൈയിലേക്ക് താമസം മാറുകയാണ്. മാത്രമല്ല, ഇവർ തന്നെയാണ് പറഞ്ഞത് ധനഞ്ജയനുമായിട്ട് മകൾക്ക് പ്രശ്നമുണ്ടെന്ന്, ധനഞ്ജയനാകാം ഒരുപക്ഷെ കൊലയാളി എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ബട്ടണും ധനഞ്ജയന്റെ വീട്ടിൽ നിന്നും പറയുന്ന ആ ഡ്രസ്സും കാര്യങ്ങളും വാച്ചും പോലീസുകാർ ഉണ്ടാക്കിയെടുത്ത ഒരു തെളിവാണ് എന്നുള്ള കാര്യമൊക്കെ ഇവർ മുന്നോട്ട് വെക്കുകയാണ്. മാത്രമല്ല, ഈ ഇത്തരത്തിലുള്ള തെളിവുകൾ വെച്ചിട്ട് ഒരു കാരണവശാലും ഒരാൾക്ക് ഒരു തൂക്കുകയർ വിധിക്കാൻ പാടില്ല, അത് തെറ്റായി പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവര് സമർപ്പിക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും തെളിവുകൾ പ്രകാരം സാക്ഷിമൊഴി പ്രകാരം ധനഞ്ജയൻ തന്നെയാണ് ക്രിമിനൽ എന്ന് കോടതി വിധിക്കുകയാണ്. ധനഞ്ജയന്റെ വീട്ടുകാര് രാഷ്ട്രപതിക്കൊക്കെ ആണെങ്കിൽ ഒരുപാടധികം നിവേദനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം രാഷ്ട്രപതി ഭവനത്തിൽ നിന്ന് തള്ളുകയാണ് ഉണ്ടായത്. കാരണം അതുപോലൊരു കേസായിരുന്നു ഈ ഒരു കുട്ടിയുടെ കേസ് എന്ന് പറയുന്നത്. രാജ്യം ഒന്നാകെ ഉറ്റുനോക്കുന്ന ഒരു കേസായിരുന്നു. ഒരുപാടധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു. കാരണം ഇതിൽ തെളിവുകൾ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. സാക്ഷിമൊഴി പ്രകാരം മാത്രമാണ് ഈ ഒരു കേസ് മുന്നോട്ട് പോയത് തന്നെ. അതും സാക്ഷിമൊഴി എന്ന് പറയുന്നത് ആകെ ആ ഒരു സംഭവ സ്ഥലത്ത് ധനഞ്ജയനെ കണ്ടു എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ മറ്റു മൊഴികളോ കാര്യങ്ങളൊന്നും തന്നെ ഈ കേസിൽ ഉണ്ടായിരുന്നില്ല. മറ്റു തെളിവുകളും ഈ കേസിൽ ഉണ്ടായിരുന്നില്ല. അപ്പോ അങ്ങനെ ഇരിക്കെ 2004 ഓഗസ്റ്റ് 15 തന്റെ 39ാമത്തെ വയസ്സിൽ ധനഞ്ജയൻ ചാറ്റർജിയെ തൂക്കിലേറ്റുകയാണ്. ഒരുപാട് പേര് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ധനഞ്ജയനെ തൂക്കിലേറ്റുന്നതിന് മുൻപ്, തൂക്കിലേറ്റിയതിനു ശേഷം ഈ കേസിന്റെ കാര്യങ്ങൾ ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. റീഓപ്പൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയും ഈ കേസ് റീഓപ്പൺ ചെയ്തിട്ടില്ല. മാത്രവുമല്ല, ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടത് യഥാർത്ഥ കൊലയാളിയല്ല. ഇത് പോലീസുകാർ കെട്ടിച്ചമച്ച, ആരെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസുകാർ കെട്ടിച്ചമച്ചൊരു ക്രൈമാണ്, ഒരു തെളിവുകളാണ് എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാടധികം പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാടധികം വക്കീലന്മാരും കാര്യങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഈ തെളിവുകളും ഈ സാക്ഷിമൊഴിയും വെച്ച് തന്നെ ധനഞ്ജയനെ തൂക്കിലേറ്റുകയാണ്. തന്റെ 39ാമത്തെ വയസ്സിൽ ധനഞ്ജയൻ തൂക്കേറി ഏറുകയാണ്.
ധനഞ്ജയന്റെ തൂക്കുമരണത്തിന് ശേഷം ധനഞ്ജയന്റെ അച്ഛനാണെങ്കിൽ ഒരുപാട് നീങ്ങിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ദരിദ്രരായതുകൊണ്ടാണ് ഞങ്ങൾ ഈ കേസിൽ തോറ്റുപോയത്, ഒരുപക്ഷെ ഞങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ജയിച്ചേനെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടി കരയാണ്. മാത്രമല്ല ധനഞ്ജയന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു കുരുക്കിട്ടതിന് ശേഷം ധനഞ്ജയനെ തൂക്കിലേറ്റി ആ വർഷം ഓർത്തുകൊണ്ട്, ആ ദിവസം ഓർത്തുകൊണ്ട് ധനഞ്ജയന്റെ അച്ഛൻ ഇന്നും ആ തൂക്കേറിനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഹേതലിനെ ആരായിരിക്കാം കൊന്നത്? പോലീസുകാരുടെ വാദം പോലെ ധനഞ്ജയനോ, അതോ ഈ 3 വക്കീലന്മാരുടെ, ഈ പ്രൊഫസർമാരുടെ വാദം പോലെ ഹേതലിന്റെ അമ്മയായിട്ടുള്ള യശ്വതിയോ? ആരായിരിക്കാം ഹേതലിനെ കൊന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ മറ്റൊരു ക്രൈം കേസുമായി നമ്മൾ വരും വരേക്കും ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം നമുക്കൊപ്പം ഉണ്ടാവുക.